ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം. നമ്മുടെ പല്ലവി പൊളിച്ചടുക്കുകയാണ് കേട്ടോ. അപ്പൊ പല്ലവി രാത്രി തന്നെ സന്ധ്യാദീപം കത്തിച്ച് ദേണ്ട വന്നു നിന്ന് നാമമൊക്കെ ജപിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അംബിക മുത്തശ്ശി അവിടെ നിൽപ്പുണ്ട്, അച്ചമ്മ. അപ്പൊ അച്ചമ്മ ഭയങ്കര സന്തോഷത്തിൽ ആ കൂടെ ഇങ്ങനെ നാമം ജപിക്കുകയാണ് കേട്ടോ. അയ്യോ പാവ പല്ലവിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതെ, കണ്ടോടി, കണ്ട് പഠിക്കടി എന്ന് പറഞ്ഞു. എന്റെ തങ്കം പോലത്തെ കൊച്ചാത്. ഇവളെയാണോ ആദ്യ രാത്രി തന്നെ നീയും നിന്റെ മോനോട് ഇറക്കി വിട്ടത്? ഇറക്കി വിട്ടതല്ല, സ്വയം ഇറങ്ങിപ്പോയതാ എന്ന് പറഞ്ഞു. ഓ, എങ്ങനെ ഇറങ്ങിപ്പോ? ഒരിക്കലും അല്ല. ഇവളെ പോലുള്ള ഒരു പെങ്കൊച്ചിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നീ ആയിരിക്കും ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്. ദുഷ്ടയാ നീ, അസൂയക്കാരി. ആ, എനിക്കെന്തിനാ അമ്മ അസൂയ? നിന്നേക്കാൾ ഭംഗിയുണ്ട് അവക്ക് കാണാനായിട്ട്. അതുകൊണ്ട് പിന്നെ ഭംഗി ആയ കാലത്ത് അവളേക്കാൾ ഭംഗിയുണ്ടായിരുന്നു എനിക്ക്. പിന്നെ എടി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ രാമനാമം ചോദിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ പല്ലവി. ഇതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, നൈസായിട്ട്. അതെ, എന്നാലും എന്റെ മോള് തിരിച്ചു വന്നല്ലോ, അത് മതി എനിക്ക്. അമ്മ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? അവൾ എന്തിനാ വന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായോ? നിന്റെ ഈ വൃത്തികെട്ട മനസ്സിലെ പലതും തോന്നും. അതൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കാൻ നിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അവളെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. നീ ഈ വീട്ടിലെ ശാപാണെങ്കിൽ പല്ലവി ഈ വീടിന്റെ പുണ്യം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അംബികയും തൊഴുത് പ്രാർത്ഥിച്ച ശേഷം അംബിക അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് ശേഷം ഇങ്ങനെ നിന്നപ്പോഴത്തേനും വേഗം രാജലക്ഷ്മി ചോദിക്കുകയാണ്, ഡി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞു പല്ലവിയോട്. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. എന്ത് ഉദ്ദേശം? നിങ്ങൾ വിചാരിക്കുന്നത് തന്നെ എന്ന് ചോദിച്ചു. ആ അതേന്നെ. അപ്പോ അത് തന്നെ ഹണ്ടിങ് വേട്ട കേട്ടിട്ടില്ലേ? എന്നെ ഇട്ട് കുറെ ഓടിച്ചതല്ലേ, ഇനി ഞാനത് തിരിച്ചങ്ങോട്ടേക്ക് ചെയ്യാൻ പോവാ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എത്ര കാലം ഒളിച്ചിരിക്കുമെന്ന് എനിക്കൊന്നറിയണം. പിടിക്കാൻ തന്നെയാ ഞാൻ വന്നത്, പിടിച്ച് പോലീസിലേൽപ്പിക്കാൻ എന്ന് പറഞ്ഞു. പറഞ്ഞേക്ക് നിങ്ങളുടെ ആ മായാവി മോനോട് ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേരെ എന്ന് പറഞ്ഞു. ഛേ എന്ന് പറഞ്ഞു. അല്ല അമ്മേ എന്ന് വിളിച്ചോണ്ട് വീണ്ടും വന്നു. എന്തോടി? അതെ അമ്മേ, ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ഞാൻ ഇവിടെ വന്നത് ഇനിയുള്ള കാലം മുഴുവൻ ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നെയാ. എന്താ അമ്മയ്ക്ക് വിശ്വാസമില്ലേ? നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാതിലെ നടുവിൽ നിന്ന്, പിന്നെ നരകത്തിൽ നിന്നെ കരകയറ്റിയിടണമേ തിരുവൈക്കം വായും ശിവശംഭോ. കേട്ടിട്ടില്ലേ അമ്മ അങ്ങനെ ഒരു ശ്ലോകം? അമ്മയ്ക്ക് അറിയില്ലേ അത് എന്ന് ചോദിച്ചിട്ട് പല്ലവി അങ്ങ് പോയിട്ടോ. അപ്പൊ അട്ടി കിട്ടിയ പോലെ ഈ രാജലക്ഷ്മിക്ക് ഇനി എന്ത് പറയാനാ, ഒന്നും പറഞ്ഞിട്ട് ഏക്കുന്നുമില്ല. പല്ലവി വേറെ ലെവലായി. അപ്പൊ പിന്നെ കാണുന്നത് പാറുവിനെയാണ്. അപ്പൊ പാറു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശ്വജിത്ത് പാറുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ വിശ്വ, അപ്പൊ താൻ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആ, അപ്പൊ പിന്നെ താൻ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ, തന്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട്. ആ വീട്ടിലോ എന്ന് ചോദിച്ചു. അതെ, തന്നോട് ചേച്ചി ഒന്നും പറഞ്ഞില്ലേ? എന്തോ സേതുവേണ്ണും ചേച്ചിയും കൂടെ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ അങ്ങോട്ട് വരുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഡിവോഴ്സ് ഇപ്പൊ തൽക്കാലം വേണ്ടെന്നാ ചേച്ചി ഇപ്പൊ പറയണത്. ഇവിടെ താമസിക്കുന്നത് അത്ര സേഫ് അല്ല, അത് ഇവിടെ വേണ്ടാന്നേ ഞാൻ പറയൂ എന്ന് പറയാണ് വിശ്വം. ഏട്ടരെ കണ്ടുപിടിക്കാനാണെങ്കിൽ മറ്റേതൊക്കെ മാർഗങ്ങളുണ്ട്, അതിന് ഇവിടെ വന്ന് താമസിക്കേണ്ട കാര്യമുണ്ടോ? ഏട്ടൻ മാത്രമേ ഇവിടെ ഇല്ലാത്തുള്ളൂ, അമ്മ ഇവിടെയുണ്ട്. അതും പ്രശ്നമാണ്. ഏട്ടനെ പോലെ തന്നെയാണ്, അപകടകാരിയാണ്. അതെ, ഒന്നും കാണാതെ ചേച്ചി അങ്ങോട്ട് വരില്ല വിശ്വ. അത്ര വിലകർച്ച് കാണുമൊന്നും വേണ്ട താൻ ചേച്ചീനെ. പിന്നെ മര്യാദക്കാണെങ്കിൽ ചേച്ചിയും മര്യാദക്കായിരിക്കും. അതേസമയം അല്ലെങ്കിൽ ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ തന്നെ അങ്ങോട്ട് പെരുമാറാൻ ചേച്ചിക്കും അറിയാം. എനിക്ക് നല്ല പേടിയുണ്ട് പാറു. അതെ, എനിക്ക് ഒരു പേടിയുമില്ല. താൻ പേടിക്കുകയും വേണ്ട. എല്ലാ വശവും ആലോചിച്ചിട്ട് തന്നെയായിരിക്കും ചേച്ചി അങ്ങോട്ടേക്ക് വന്നിരിക്കുക. പിന്നെ വിശ്വജിത്ത് കണ്ടോ, എന്താണോ ലക്ഷ്യം വെച്ചത് അത് നേടിയ ശേഷം മാത്രമേ ചേച്ചി അവിടുന്ന് പോരൂ എന്ന് പറഞ്ഞു. കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ചേച്ചി ആരാണെന്ന് നിങ്ങൾ ഉടൻ തന്നെ മനസ്സിലാക്കും. ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെയും അനിയത്തിയുടെ വിശ്വാസം അനിയത്തിയെയും രക്ഷിക്കട്ടെ. ഞാൻ വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞ് വിശ്വ ഫോൺ വെച്ചു. അപ്പം ആകെ ടെൻഷനാണ് രാജലക്ഷ്മി. അവൻ ഇന്ദ്രൻ വിളിക്കും. അപ്പൊ അതിനു മുൻപ് എങ്ങനെ ഒരു മാനേജ് ചെയ്യും എന്നാണ്. അപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രാജലക്ഷ്മിയുടെ റൂമില് മുട്ട് കെട്ടുന്നത്. എന്താടി എന്ന് ചോദിച്ചു വാതിൽ തുറന്നപ്പോ പല്ലവി നിൽക്കുക. അല്ലമ്മേ, ഒറ്റയ്ക്ക് റൂമിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതെ, അതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ വന്ന് കിടക്കാന്ന് വെച്ചു. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ആകുമ്പോ അമ്മയുണ്ടല്ലോ, പ്രേതങ്ങൾ വന്ന അമ്മയെ കണ്ട് ഓടിക്കോളും. കളിയാക്കിയതാണോ?
അല്ലമ്മേ, ഞാൻ വെറുതെ ഒരു സത്യം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ പല്ലവി ഇടിച്ചു കയറി അകത്ത് കയറി. ഡി, നീ എന്തിനാ കാണിക്കുന്നത്? എന്താ എന്ന് ചോദിച്ചു. എന്താ കണ്ടില്ലേ, എനിക്ക് കിടക്കണം. അതെ, കിടക്കാനാണെങ്കിൽ താഴെ കിടന്നാ മതി. അയ്യോ, അതൊന്നും പറ്റില്ല, എനിക്ക് തണുക്കില്ലേ, അതുകൊണ്ട് എനിക്ക് തണുപ്പടിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് കിടക്കണ്ടേ? ദേ ഇത്രയും സ്ഥലം കിടക്കല്ലേ, ദേ ഈ സൈഡിൽ കിടന്നോ. എടി എണീറ്റു പോടി. ഇല്ല, ഞാൻ പോവില്ല. ആജ്ഞാപിക്കൊന്നും വേണ്ടട്ടോ, ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയൊന്നും അല്ല, പറഞ്ഞേക്കാം. അതുകൊണ്ടേ നിങ്ങളുടെ മരുമകളാ, ഇന്ദ്രന്റെ ഭാര്യ, റെസ്പെക്ട് വേണം സംസാരിക്കുമ്പം, അല്ലെങ്കിൽ ഇതേ ഒരു ഒറ്റ കുത്തിയം വെച്ച് തരും, പറഞ്ഞേക്കാം. കുത്താൻ നീ ഇങ്ങോട്ട് വാടി. നിനക്ക് ശരിക്കറിയില്ല. നന്നായിട്ടറിയാലോ അമ്മേ. എന്താന്ന് വെച്ചാലേ, മനോരോഗിയായ മകന്റെ അസുഖം മറച്ചു വെച്ച് എന്നെ ചതിച്ച പുണ്യവതിയായ സ്ത്രീ എന്ന പേരിലെ രാജലക്ഷ്മിന്ന്. എന്താ ശരിയല്ലേ? ഇന്ദ്രൻ മനോരോഗി ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് തീർച്ചയായിട്ടും ഈ പുണ്യവതിക്ക് കൂടി അവകാശപ്പെട്ടതായിരിക്കും. ദേ, രാജലക്ഷ്മിയുടെ മഹത്വം പറഞ്ഞ വെറുതെ പുണ്യവതി ചെറുതാകാൻ നിൽക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞു. കിടക്ക്. അപ്പോഴാണ് നമ്മുടെ രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. അയ്യോ, ഇതാരാ വിളിക്കുന്നത് ഈ സമയത്ത് എന്നൊരു ചോദ്യം. എന്താ എടുക്കുന്നില്ലേ? ഇല്ല, ഞാൻ എടുക്കുന്നില്ല. അതെന്താ എടുക്കുന്നില്ല? അത്ര തന്നെ. ഓഹോ, അതെന്ത് പരിപാടി അമ്മേ? ആരെങ്കിലും എന്ത് അത്യാവശ്യത്തിനാണെങ്കിലാണല്ലോ. എന്തുമാത്രം വിഷമിക്കും വിളിക്കുന്നയാള്. അപ്പൊ ഫോൺ കട്ടായി. അയ്യോ, അത് കട്ടായി പോയി. സാരമില്ല കേട്ടോ. ദേ, ഇനി വിളിച്ച അമ്മ എടുക്കണം, അല്ലെങ്കിൽ ഞാനങ്ങ് കയറി എടുക്കുവേ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി രണ്ടാമത് വിളിച്ചപ്പോ ചാടി എടുക്കാണ് കേട്ടോ. ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. വേഗം ഫോൺ എടുത്തു. ഫോൺ എടുക്കാൻ വന്നിരിക്കുന്നു. ഹലോ അമ്മേ, ഞാനാ അമ്മേ, ഇന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പൊ കാര്യമൊക്കെ മനസ്സിലായി രാജലക്ഷ്മിക്ക്. ഉഴുതിന്റെ വില കൂടിയതൊന്നും താൻ അറിഞ്ഞില്ലേ? ഉഴുതിന്റെ വിലയോ? അതപ്പോ കൂടി എന്ന് ചോദിച്ചു. എടോ, ഇഡലിക്ക് പകരം ചപ്പാത്തിയോ ഉപ്പുമാവോ വല്ല ആക്കാൻ നോക്കാം, അതാ നല്ലത് എന്ന് പറഞ്ഞു. ഈ അമ്മ എന്തേ പറയണത്? ബിരിയാണി അതിനേക്കാൾ നല്ലതാ, ഗുളി കഴിച്ചില്ലല്ലേ, ഇതിന്ന് പിച്ചുമ്മയും പറയണോ? അല്ലോ, യുദ്ധമൊന്നും അടുത്ത കാലത്ത് തീരത്തില്ല, ശത്രു സൈന്യം സ്ട്രോങ് ആ. താൻ എന്താണെങ്കിലും അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. അമ്മ എന്താ പറയണത്? താൻ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞ വേഗം തന്നെ ഫോൺ കട്ടാക്കി രാജലക്ഷ്മി. അച്ഛേ, ഇതെന്ത് ഈ അമ്മ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇന്ദ്രന് ഒരു പിടുത്തവും കിട്ടിയില്ല. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അമ്മ മേടിക്കുകയാണല്ലോ. ഉഴുന്നിന് നേരത്തെ യുദ്ധത്തേക്ക് പോയി. എവിടെയാ അമ്മ യുദ്ധം നടക്കുന്നത്? ഒരിടത്ത് നടക്കുന്നില്ലേ? ഉക്ര. ഓ മനസ്സിലായി, ഉക്രൈൻ. അവിടെ തന്നെ. അവിടെ നടക്കുന്നില്ലായിരിക്കും. എന്തേ? എനിക്ക് ഉറക്കം വരുന്നു, നീ അങ്ങോട്ട് നീങ്ങണതേ. അങ്ങോട്ട് നീങ്ങാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. ഇന്ദ്രൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചു പല്ലവി. എനിക്കെങ്ങനെ അറിയാനാ? സാരമില്ല, നീ അങ്ങോട്ട് മാറിക്കേ, എനിക്ക് കിടക്കണം. അതെ, ഒരു കാര്യം ചെയ്യട്ടെ, ഡോർ അടച്ചില്ല, ഒന്ന് ചെല്ല. ഓ നാശം. അപ്പൊ വേഗം പോയി ഡോർ അടച്ചു. എന്നാ ശരി, ഗുഡ് നൈറ്റ് കേട്ടോ. അപ്പൊ ലൈറ്റ് അങ്ങ് ഓഫാക്കിയേരെ എന്ന് പറഞ്ഞു. അവസാനം രാജലക്ഷ്മിക്ക് വേറെ നിവൃത്തിയില്ലാതെ ലൈറ്റ് ഓഫാക്കിയിട്ട് രാജലക്ഷ്മി പല്ലവിയുടെ കൂടെ കിടക്കുകയാണ്. അപ്പൊ ഇന്ദ്രന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്തായിരിക്കും അമ്മയുടെ ഉദ്ദേശം? എന്തായിരിക്കും അമ്മ അങ്ങനെ സംസാരിച്ചിരിക്കുക എന്ന് ആളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് സേതുവിനെയാണ്. അപ്പൊ സേതു ബാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താ, താന് നോട്ടീസ് കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അതെ സാർ, അത് പിന്നെ എന്ന് പറഞ്ഞു. തന്നോട് ഞാൻ നേരത്തെ തന്നെ കാര്യങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നതല്ലേ, പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഹെഡ് ഓഫീസിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. ഇത്രയും വേഗം എങ്ങനെയെങ്കിലും ഒരു കെടുവെങ്കിലും താൻ അടച്ചു തീർത്തേ പറ്റൂ എന്ന് ഇങ്ങനെ തറപ്പിച്ച് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പൊ സർ, അതല്ല, എന്റെ വീട്ടില് ഒരു കല്യാണം നടക്കാൻ പോവാ, എന്റെ പെങ്ങളുടെ. അതുകൊണ്ട് ഇത്തിരി ടൈറ്റില്ല, അത് തന്നെ നടത്താൻ വലിയ കഷ്ടപ്പാടില്ല. എടോ, തന്നോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എത്രയും വേഗം ഒരു ഗഡുവെങ്കിലും അടച്ചാൽ കുറച്ച് സാവകാശം കിട്ടും. എത്ര വേണ്ടി വരും എന്ന് ചോദിച്ചപ്പോ 30-35 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും. റതികേനെയും ആ പ്രതാപനെയും ഞാൻ മാറി വിളിച്ചു. രണ്ടുപേർക്കും ഒരു പ്രതികരണവും ഇല്ല. അവര് മുങ്ങിയ ലക്ഷണമാ. അപ്പം വേഗം തന്നെ ചെയ്തു. തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ വേറെ നിവർത്തിയില്ല. അച്ഛന്റെ സ്വപ്നമാണ് ആ സ്ഥാപനം, അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ. ഞാൻ നോക്കട്ടെ സാർ, എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് കുറച്ച് പണമെങ്കിലും അടയ്ക്കാം. താന് അങ്ങനെ എന്തെങ്കിലും ചെയ്യ, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പൊ സേതുവിന് വേറെ നിർവാഹമില്ല. സാധു ആകെ പിടിവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് അംബികനെയാണ്. അംബിക നേരെ പല്ലവി അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഒരു ഗ്ലാസ് ചായ ഒക്കെ ആയിട്ടാണ് വന്നത്. മോളെ, അതെ, രാജലക്ഷ്മി അമ്മായിമ്മയെ പോലെ അല്ല കേട്ടോ ഈ അച്ഛമ്മ. മോക്ക് അത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല കേട്ടോ. ദാ മോള് ചായ കുടിക്കുക. അമ്മായിയമ്മയ്ക്ക് സ്നേഹമില്ലെങ്കിലും നീ എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാട്ടോ. അയ്യോ അമ്മേ, എനിക്കിന്ന് ചായ വേണ്ട അച്ഛമ്മേ.
ഇന്ന് ഞാൻ വ്രതത്തിലാ. വ്രതത്തിലോ? അതെന്താ മോളെ എന്ന് ചോദിച്ചു. അതേമേ, ഇന്ന് തിങ്കളാഴ്ചയല്ലേ, ഇന്ന് ഭാര്യമാര് വ്രതം എടുക്കുന്നത് നല്ലതല്ലേ അച്ഛമ്മേ എന്ന് ചോദിച്ചു. ഇന്ദ്രൻ എത്രയും വേഗം എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം, അതിനായി വ്രതം. മോള് നല്ലവളാ, മോക്ക് നല്ലൊരു മനസ്സുണ്ട് എന്ന് പറഞ്ഞു. അതെ, ഇന്ദ്രൻ തിരിച്ചു വന്ന അവനോടൊപ്പം ജീവിക്കാൻ തന്നെയല്ലേ മോള് തീരുമാനിച്ചിരിക്കുന്നത്? അച്ചമ്മയ്ക്കും സംശയമുണ്ടോ? ഇല്ല, രാജലക്ഷ്മി പറയുന്നത് അങ്ങനെയല്ല. അച്ചമ്മയ്ക്ക് എന്നെയാണോ അതോ അമ്മയാണോ വിശ്വാസം? ആ സംശയം എന്താ, മോളെ തന്നെ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞു. എങ്കിൽ അച്ചമ്മേ, രാജലക്ഷ്മി കള്ളിയാ, ഈ കുടുംബം നശിപ്പിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാ എന്ന് പറഞ്ഞു. 100 ചോദിച്ചാൽ 1000 കൊടുക്കും. ശാസിക്കേണ്ട അടുത്ത് അവള് ശാസിച്ചിട്ടില്ല. അങ്ങനെ നശിച്ചതാ ഇന്ദ്രൻ. മോള് വേണം ഇനി അവനെ ഒന്ന് നിയന്ത്രിച്ച് ഒന്ന് നേരെയാക്കി എടുക്കാൻ എന്ന് പറയണം. സ്നേഹം കൊടുത്താ അവൻ മാറിക്കോളും മോളെ. സ്നേഹത്തെക്കാൾ വലിയൊരു മരുന്ന് വേറെ ഉണ്ടോ? എല്ലാം ശരിയാവൂ അച്ഛമ്മേ. ആദ്യം ഇന്ദ്രനൊന്ന് വന്നോട്ടെ, എന്ന ശേഷം നമുക്ക് തീരുമാനിക്കാം. രാജലക്ഷ്മിക്ക് അറിയാമെന്ന് തോന്നുന്നു എവിടെയുണ്ടെന്ന്. സംശയം എന്താ? അറിയാം, പക്ഷെ അവള് പറയില്ല. സാരമില്ല അച്ഛമ്മേ, അവൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, കണ്ടെത്തുമായിരിക്കും. അവനെ പോലീസ് പിടിച്ചാലോ? ആ പേടിയാ അവക്ക്. എത്ര കാലം ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റൂ അച്ഛമ്മേ? ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നല്ലേ പറ്റുള്ളൂ. അതെ മോളെ, അത് തന്നെ അതിന്റെ ശരി. വ്രതം അതിനു വേണ്ടിയിട്ടുള്ളതാ, ഇന്ദ്രനെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള വ്രതം. നമുക്ക് നോക്കാം വ്രതം ഫലിക്കുന്നുണ്ടോ എന്ന്. പറ്റിക്കുന്നവർക്കും വഞ്ചിക്കുന്നവർക്കും ഒക്കെ അച്ഛമ്മ ഇപ്പം നല്ല കാലം. ആ പാവങ്ങൾക്ക് എന്നും കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാ, മോള് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാ ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അല്ല, മോൾ എങ്ങോട്ട് പോവാ എന്ന് ചോദിച്ചു. അയ്യോ, കോളേജിലേക്ക് പോകണം, ലീവ് ഇല്ല അച്ഛമ്മേ, പോയേ പറ്റൂ. എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മയോട് യാത്ര പറഞ്ഞ് പല്ലവി ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അപ്പൊ വേഗം സേതുലക്ഷ്മി രാജലക്ഷ്മി അവിടെ നിൽക്കാണ്. അവിടെ നിന്നിട്ട് എങ്ങോട്ടാ എന്ന് ചോദിച്ചു. ഞാൻ കോളേജിലേക്ക്. പോകണ്ട എന്ന് പറഞ്ഞു. അത് തടഞ്ഞു നിർത്താൻ അമ്മയ്ക്ക് എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. നീ കോളേജിലേക്കാണോ അതോ സേതുവിനെ കാണാനാണോ എന്ന് ആർക്കറിയാം? എന്റെ മകന്റെ ഭാര്യയായിട്ട് കഴിയുമ്പോ അഴിഞ്ഞാടാൻ ഞാൻ സമ്മതിക്കില്ല. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഒരു കാര്യം പറഞ്ഞേക്കാം, അഴിഞ്ഞാടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ എന്നെ എന്തിനാ നിയന്ത്രിക്കാനും ഭരിക്കാനും വരുന്നത്? അതിന് ഇന്ദ്രനുണ്ട്, അയാളിങ്ങ് വരട്ടെ. ഇന്ദ്രന് മാത്രമേ അതിന് അവകാശമുള്ളൂ. ഇന്ദ്രൻ ഇവിടെ ഇല്ലല്ലോ, വരാൻ പറ, എന്നിട്ട് ഭരിക്കാൻ പറ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അമ്മ അനുസരിക്കാനൊന്നും എന്നെ പറ്റില്ല. ഇതെന്റെ വീടാണെങ്കിൽ ഇവിടുന്ന് നീ എങ്ങോട്ടും പോവില്ല. പോയാ അതുപോലെ നീ തിരിച്ചിങ്ങോട്ട് വരികയില്ല. ഓഹോ, അങ്ങനെയാണോ? ഈ പഴി ചവിട്ടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആരുടെയും അനുവാദം വേണ്ടല്ല പോവാനും വരാനും ഒന്നിനും. പിന്നെ കൂടുതൽ വിളച്ചിലെടുത്താൽ ഞാൻ വനിതാ കമ്മീഷൻ ഇങ്ങോട്ട് വിളിക്കും. പിന്നെ വരുന്നത് പോലീസായിരിക്കും കേട്ടോ. വെറുതെ നാണം കെടണോ? ഓഹോ, അപ്പൊ നീ മനപ്പൂർവ്വം ഉരുമ്പിട്ട് തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? അതെ, അങ്ങനെ തന്നെയാ, ഒരു സംശയവും ഇല്ല, അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോ എന്റെ മനസ്സിലെ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങള് നേടിയെടുത്തിട്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞു. തടയാൻ പറ്റുമെങ്കിൽ തടയ. അഹങ്കാരിയാ നീ അതിനെ അനുഭവിക്കും. ജോലിയുള്ള മരുമകളോട് ജോലിയില്ലാത്ത അമ്മയമ്മ കുറച്ചുകൂടെ സ്നേഹത്തോടെ പെരുമാറണമേ. എന്താണെന്നറിയോ? കാരണം അവരെ 2 സമ്മർദ്ദങ്ങളാ നേരിടുന്നത്. ഒന്ന് ഓഫീസിലെ, മറ്റൊന്ന് വീട്ടിലെ. അറിയോ? അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തായാലും അങ്ങനൊരു സഹായം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്ങനെ എന്നെ വിഷമിപ്പിക്കാമെന്നാണല്ലോ അമ്മയും മോനും എപ്പോഴും ചിന്തിക്കുന്നത്. പഠിച്ചു നേടിയതാ, അതുകൊണ്ട് വിട്ടുകളയാൻ ഞാൻ അത്രയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞു. ഓഹോ, പിന്നെ സേതുവേട്ടനെ കാണാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞത്. അതെ, സേതുവേട്ടനെ ഞാൻ കാണും, ഒരു സംശയമില്ല. അതിനിപ്പോ എന്താ തെറ്റ്? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ചു എന്ന് കരുതി എന്റെ സന്തോഷങ്ങളൊന്നും കുഴിച്ചു മൂടേണ്ട ആവശ്യങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പറ, അത് തിരുത്താം. അല്ലാതെ ഗോസിപ്പും കൊണ്ട് വന്നാലേ പുല്ലുവരെ പോലും ഞാൻ തരില്ല. മനസ്സിലായോ? മനസ്സിലായോ? ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അമ്മയ്ക്ക് എന്ന് ചോദിച്ച പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. ഡി എന്ന് വിളിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യാൻ പല്ലവി ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് പോയി. പിന്നെ സേതുവിനെയും പല്ലവിനെയും കാണുന്നത്. അപ്പൊ സേതുവിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ നിരഞ്ജന മേഡം അങ്ങോട്ടേക്ക് എത്തി. പല്ലവി, ഇന്ദ്രജിത്തിന്റെ വീട്ടില് എന്താണെങ്കിലും നമ്മുടെ പ്ലാൻ ആദ്യം സക്സസ്. ഇന്ദ്രജിത്തിന്റെ വീട്ടില് താമസം തുടങ്ങി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതുവരെ അല്ലെങ്കിലും ആ വീട്ടിലേക്ക് വരാനുള്ള ഇന്ദ്രജിത്തിന്റെ വാതിൽ എന്നേക്കും അടഞ്ഞു. അവന്റെ അമ്മ കൂടെയുണ്ട്, അതുകൊണ്ട് പണവും മറ്റും കൊടുക്കുന്നുണ്ടാവും.
സ്വാഭാവികമായിട്ടും ആ സഹായം കിട്ടാതെയാവുമ്പോൾ അവൻ പെടുക തന്നെ ചെയ്യും. അത് തന്നെ. അപ്പൊ ഇവരിങ്ങനെ കണക്കുകൂട്ടി തന്നെയാണ്. അധിക നാളെ ഒളിവിൽ താമസിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അവർക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ച് കാണാലോ സേതു. അതത്ര സേഫ് ആണോ മാഡം എന്ന് ചോദിച്ചു പല്ലവി. അവൻ എന്താ ചെയ്യാൻ പറ്റാത്തത്? ആ ഒരു മരണം തന്നെ ക്രിയേറ്റ് ചെയ്ത ആളല്ലേ അവൻ. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവന്റെ നീക്കങ്ങൾ എന്തായിരിക്കുമെന്ന് ഊഹിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ആ മാഡം, ഇന്നലെ രാത്രി അവന്റെ അമ്മയ്ക്ക് ഒരു ഫോൺ വന്നിരുന്നു. ആരാത് എന്ന് ചോദിച്ചു. അറിയില്ല. അതിനെന്താ സംശയം മാഡം? അവൻ തന്നെ ആയിരിക്കും. ആ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ലൊക്കേഷൻ അറിയായിരുന്നു മാഡം എന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു. ആ നമ്പർ വെച്ച് ഞാൻ ഏത് സമയത്താ എന്ന് ചോദിച്ചപ്പോൾ ഒരു 11:30 ആയി കാണും. എങ്കിൽ ഞാനത് എന്താണെങ്കിലും സൈബർ സെല്ല് മുഖാന്തരം ഉറപ്പായിട്ടും ബന്ധപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ ഇൻഫർമേഷൻ കിട്ടിയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കിയിരിക്കും. ഞങ്ങൾക്ക് ആകെയുള്ള പ്രതീക്ഷ മേഡം മാത്ര. എന്റെ ഭാവി ഇപ്പൊ മേഡത്തിന്റെ കയ്യിലാ. വിഷമിക്കേണ്ട പല്ലവി, എല്ലാം സേഫ് ആയിരിക്കും. എന്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നതും വെല്ലുവിളിച്ചോണ്ടിരിക്കുന്നതും നിങ്ങളെ മാത്രമല്ലല്ലോ. എന്തിനാ? ദേ എന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും കൂടിയല്ലേ. അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റും അവനെ. പിടിച്ചിരിക്കും ഞാൻ എന്ന് പറഞ്ഞ അങ്ങനെ നിൽക്കുകയാണ് മാഡം. എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും. അപ്പൊ പല്ലവിക്ക് ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നി. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു.